ഹായ്, ഇത്തവണത്തെ കീം എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അഥവാ CBT ആയിട്ടാണ് ഇത്തവണ എക്സാം നടന്നിരിക്കുന്നത്. പക്ഷേ അതിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് കുട്ടികൾ നേരിട്ടത്. ആദ്യം തന്നെ സിലബസിൻ്റെ കാര്യത്തിലായിരുന്നു. ബോർഡ് എക്സാമിന് ഡിലീറ്റ് ആക്കിയ സിലബസ് പഠിക്കണമെന്ന് ആദ്യം പ്രഖ്യാപിച്ചു. പിന്നീട് അത് തിരുത്തിയെങ്കിലും കുട്ടികൾ ആ സമയത്ത് വല്ലാതെ മാനസിക സമ്മർദ്ദത്തിലായിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് ചാപ്റ്റേഴ്സ് തന്നെ കെമിസ്ട്രിയിലൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും പഠിക്കേണ്ടി വരുമോ, അത് പഠിക്കാനൊരു സമയം ഉണ്ടാവുമോ എന്നതായിരുന്നു കുട്ടികളുടെ ആശങ്ക. അതിനുശേഷം സെൻട്രൽ അലോട്ട്മെന്റ് ആയിരുന്നു പ്രശ്നം. കണ്ണൂരിലെ കുട്ടിക്ക് കോട്ടയം, കോഴിക്കോടിലെ കുട്ടിക്ക് എറണാകുളം, ഇനി എറണാകുളത്തെ കുട്ടിക്ക് വയനാട്, അങ്ങനെ പലതരത്തിൽ സിസ്റ്റമാറ്റിക് അല്ലാത്ത രീതിയിലുള്ള സെൻട്രൽ അലോട്ട്മെന്റ് ആയിരുന്നു. കുട്ടികൾ ഒരുപാട് അതിൻ്റെ പേരിലും വിഷമിച്ചിട്ടുണ്ട്. കാരണം ഷോർട്ട് ടൈമിൽ യാത്ര പ്ലാൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതോടൊപ്പം തന്നെ ദീർഘദൂര യാത്ര ഈ പ്രത്യേക കാലാവസ്ഥയിൽ ചെയ്തിട്ട് പിന്നീട് എക്സാം എഴുതുമുണ്ടാവുന്ന ശാരീരിക ബുദ്ധിമുട്ട്, അതുണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദം കുട്ടികൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞു, കുട്ടികൾ അതൊക്കെ തരണം ചെയ്ത് നമ്മുടെ കുട്ടികൾ എക്സാം എഴുതി. പക്ഷേ കഴിഞ്ഞ ദിവസം CE ഒഫീഷ്യൽ കീ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ ഒരൊറ്റ ഷിഫ്റ്റ് മാത്രം എടുത്തു നോക്കിയപ്പോൾ, അഥവാ 9-ാം തീയതിയായിട്ടുള്ള ഷിഫ്റ്റ് മാത്രം എടുത്തു നോക്കിയ സമയത്ത് ക്വസ്റ്റ്യൻ നമ്പർ 350, 53, 60, 76, 139, 140, അതുപോലെ 90 ഇത്രയും ക്വസ്റ്റ്യൻസ് ഒറ്റ നോട്ടത്തിൽ പ്രശ്നമുള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. കുട്ടികൾ ഒരുപാട് ഞങ്ങൾക്ക് അതിൻ്റെ പേരിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. പ്രശ്നം എന്ന് പറഞ്ഞാൽ കീയിൽ മാത്രമല്ല പ്രശ്നമുള്ളത്, ആൻസർ കീ തെറ്റാന്ന് മാത്രമല്ല, പല ക്വസ്റ്റ്യൻസിനും ആൻസർ ഇല്ല, ഓപ്ഷനിൽ ആൻസർ ഇല്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, കുട്ടികൾ എക്സാമിനേഷൻ ഹാളിൽ നിന്ന് എത്രത്തോളം സമ്മർദ്ദത്തിലായിട്ടുണ്ടാവും. കാരണം കുട്ടി കഷ്ടപ്പെട്ട് എക്സാം എഴുതി, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, അത് ചെയ്ത് ആൻസർ ബബിൾ ചെയ്യാൻ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മാർക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് അവിടെ ആൻസർ ഇല്ല. കുട്ടി വിചാരിച്ചിട്ടുണ്ടാവും എൻ്റെ കാൽക്കുലേഷൻ തെറ്റാണ്. വീണ്ടും ഒരു 5-10 മിനിറ്റ് ആ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് കുട്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവണം. ആ സമയം കളഞ്ഞ ടെൻഷനിലായിരിക്കും മറ്റ് ക്വസ്റ്റ്യൻസ് കുട്ടികൾ എഴുതിയിട്ടുണ്ടാവുക. കുട്ടികളുടെ മാനസിക സമ്മർദ്ദം അത് കൂട്ടാൻ വളരെയധികം കാരണം ഉണ്ടാക്കും. അത് കുട്ടികളുടെ എൻറ്റയർ എക്സാമിനെ തന്നെ അത് ഉറപ്പായിട്ടും ബാധിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ട് കുറച്ചുകൂടി ശ്രദ്ധിക്കാമായിരുന്നു ഈ വിഷയത്തിലൊക്കെ. അതിനുശേഷം ചലഞ്ചിൽ ഓപ്ഷൻ തന്നിട്ടുണ്ട്. എങ്ങനെ പഴയ മെത്തേഡ്, അഥവാ കുട്ടികൾ ബാങ്കിൽ പോയി DD എടുത്ത് അത് ഒന്നുകിൽ തപാൽ വഴി CEന്റെ ഓഫീസിൽ എത്തിക്കുക, അല്ലെങ്കിൽ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുക. അധികൃതരെ ഇത് UPIയുടെ കാലഘട്ടമാണ്. ഇന്നത്തെ തലമുറ ചിലപ്പോൾ DD എന്താണെന്ന് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഓൺലൈൻ പേയ്മെന്റിന്റെ കാലഘട്ടമാണ്. പ്രത്യേകം അതിൽ പറഞ്ഞിട്ട് മെയിൽ അയക്കാനും പറ്റില്ല എന്ന്. സമയം 13-ാം തീയതി വരെ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം, എത്ര ക്വസ്റ്റ്യൻസ് ആണ് കുട്ടികൾ ചലഞ്ച് ചെയ്യേണ്ടത്? ഒരുപാട് ക്വസ്റ്റ്യൻസ്. ഞങ്ങൾ നേരത്തെ ഒറ്റയടിക്ക് നോക്കിയപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസിന് പ്രശ്നങ്ങളുണ്ട്. ഓരോ ഷിഫ്റ്റിലും നോക്കുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസിന് പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് ആണ് കുട്ടികൾ ചലഞ്ച് ചെയ്യേണ്ടത്? ഒരു ചലഞ്ചിങ്ങിന് 100 രൂപയാണ് CE പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്ര 100 രൂപയുടെ DDകൾ കുട്ടികൾ എടുക്കേണ്ടി വരും? ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. പ്രിയപ്പെട്ട അധികൃതരോട് ഞങ്ങൾക്ക് ഒരൊറ്റ റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. ദയവ് ചെയ്ത് ഈ ആൻസർ കീ പിൻവലിക്കുക. എന്നിട്ട് പുതിയ ആൻസർ കീ നിങ്ങൾ ദയവ് ചെയ്ത് പബ്ലിഷ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, അതിന് ഒന്നുകിൽ ബോണസ് മാർക്ക് നൽകുകയോ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആക്കിയതിന് ശേഷമുള്ള മാർക്ക് പബ്ലിഷ് ചെയ്യുകയോ ചെയ്യുക. ദയവ് ചെയ്ത് ഞങ്ങളുടെ കുട്ടികളെ ഇനിയും സമ്മർദ്ദത്തിലാക്കരുത്. അവിടെ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് ഈ എക്സാം എഴുതിയിരിക്കുന്നത്. അവരെ ഫ്യൂച്ചർ തീരുമാനിക്കുന്ന, അവർ ഏത് കോളേജിൽ പഠിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു പരീക്ഷയാണ്. ഞങ്ങളുടെ മാർക്ക് നഷ്ടപ്പെടുമോ സാർ, ഞങ്ങളുടെ റാങ്ക് നഷ്ടപ്പെടുകയോ സാർ എന്നാണ് കുട്ടികൾ നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രശ്നത്തിൽ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന ഉചിതമായ തീരുമാനം CEയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോട് കൂടി ഞങ്ങൾ